നമസ്കാരം, അരുണാണ്. കൂടെ നിന്ന് അമ്മയുണ്ട് കേട്ടോ. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അയൽക്കൂട്ടത്തിൻ്റെ ഓണാഘോഷമാണ്. എന്താ സീരീസ്? ശ്രേയസ് അയൽക്കൂട്ടത്തിൻ്റെ ഒരു ഓണാഘോഷത്തിനാണ് പോകണത്. ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയാണ് കേട്ടോ ഓണാഘോഷം ഉള്ളത്. അപ്പോൾ ഇവിടെ ഓണപ്പൂക്കളവും ഓണപ്പരിപാടികളും ഓണസദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഓണാഘോഷങ്ങൾ എങ്ങനെയാണ് എന്ന് ഒന്ന് കാണിക്കാം. ഇന്ന് തൊട്ടങ്ങ് ഓണം തുടങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ. ക്ലബ്ബുകളിൽ, വീടുകളിൽ, അയൽക്കൂട്ടങ്ങളിൽ, അങ്ങനെ എല്ലായിടത്തും ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട്, നമ്മൾ ആദ്യം താമസ സ്ഥലത്ത് യുണൈറ്റഡ് സ്റ്റാർസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പറഞ്ഞിട്ട് ക്ലബ്ബുണ്ട്, പറങ്കേത്താണ്. അവിടെ വിപുലമായ ഓണാഘോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ. 5 ദിവസത്തെ ഓണാഘോഷ പരിപാടി അവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഒന്ന് കാണാം. ഇന്ന് എന്തായാലും അമ്മയുടെ അയൽക്കൂട്ടത്തിൻ്റെ ഓണാഘോഷം കാണാൻ വേണ്ടി പോകാം. നമ്മൾ ഇവരെയും കൂടെ അമ്മേൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഓണാഘോഷമാണ് നമ്മൾ കാണാൻ പോണത്. ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പം അമ്മയൊക്കെ സെറ്റുമുണ്ട്. അപ്പോൾ ഞാനും മുണ്ടും ഷർട്ടും ആക്കി. ഓണമല്ലേ, നേരെ നമുക്ക് ഇവരാണ് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് പോകുന്ന ആൾക്കാർ. അടിച്ചോ. അങ്ങനെ ഞങ്ങള് നമ്മുടെ പള്ളിയിലെത്തിട്ടോ. ചേച്ചി അമ്മയൊക്കെ ഇവിടെ അത്തപ്പൂക്കളം കാണാൻ പറ്റും. മത്സരമാണോ? ഒരു പൂക്കളേ ഉള്ളൂ, പൂക്കളൊന്നും ഇല്ല കേട്ടോ. ഒരു അത്തപ്പൂക്കളേ ഉള്ളൂ. ഞാൻ അടുത്ത് വരില്ല, ഞാൻ നടുക്കൊന്ന് ചോദിക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? റെഡി? ഒന്നുകൂടെ ട്രയൽ നോക്കണം. ഒന്ന് ട്രയൽ നോക്കാം, പാട്ട് വെച്ച് ട്രയൽ നോക്കാം. പച്ചക്കറി
ഔട്ടായി പതുക്കെ ചെയ്താൽ മതി. ഒരുപാട് പേര് പോയിട്ടുണ്ട്. സമയമെടുത്ത് പതുക്കെ ചെയ്താൽ മതി. വീണ്ടും ജയിക്കും. പതുക്കെ ചെയ്താൽ മതി. സമയമുണ്ട്. പതുക്കെ ചെയ്താൽ മതി. പതുക്കെ ചെയ്താൽ മതി. സമ്മാനം ഉറപ്പാണ്. പതുക്കെ ചെയ്താൽ മതി. പതുക്കെ ചെയ്താൽ മതി. പതുക്കെ ചെയ്താൽ മതി. പിടിക്കാൻ പാടില്ല. ഇതില് കൃത്യമാണ് എല്ലാവരും ഒഴിക്കുന്നത്. വളരെ കൃത്യമായിട്ട് വെച്ച് വരും. പക്ഷെ മറ്റേ കൈകൊണ്ട് തൊടാൻ പാടില്ല. മുഖത്തെ അതിൽ തൊടാൻ പാടില്ല. അവിടെ ഫസ്റ്റ് അവിടെ നിറഞ്ഞില്ല. അവിടെ നിറഞ്ഞു. കൈ പിറകിൽ കിടണം. കൈ ഇടത്തെ കൈ പിറകിൽ. ഇടത്തെ കൈ പിറകിൽ കെട്ടണം. ഇടത്തെ കൈ പിറകിൽ കെട്ടണം. കൈ പുറകിൽ കെട്ടണം. ഇടത്തെ കൈ പുറകിൽ കെട്ടണം. ഇടത്തെ കൈ പുറകിൽ കെട്ടണം. കൃത്യമാണ് ഒഴിക്കുന്നത്. ഇടത്തെ കൈ പുറകിൽ കെട്ടണം. കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ സെക്കൻഡ്. നമ്മുടെ അമ്മയുടെയൊക്കെ അയൽക്കൂട്ടത്തിൻ്റെ ഓണാഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നുന്നത് വെച്ചാൽ
ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമ്മൾ ചില മതസ്ഥർ ഓണം ആഘോഷിക്കരുതെന്നും അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് ഇന്നത്തെ ഒരു ഓണാഘോഷം പരിപാടിക്കുന്നത്. കുരി തൊട്ടവരും കുരിശ് വരച്ചവരും തട്ടമിട്ടവരൊക്കെ ഒന്നിച്ച് ഈ പള്ളിക്ക് മുമ്പിൽ, ഇത് ഞങ്ങളുടെ പള്ളിയാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ പറയുക, നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയും തൊട്ടടുത്തുള്ള അമ്പലവും തൊട്ടടുത്തുള്ള മോസ്ക് നമ്മുടെ തന്നെയാണ്. നമ്മുടെ കൂടെയുള്ള മനുഷ്യരെല്ലാം നമ്മുടെ സ്വന്തം ആളുകളുമാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഓണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെല്ലാം ഒത്തുചേരുന്ന ഒരു മഹത്തായ സന്ദേശം ലോകത്തിന് പകർന്നു നൽകുന്ന ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും ജാതി മത ഭേദമന്യേ മനുഷ്യരെല്ലാം ഒന്നിച്ചു ചേരുന്ന വർഷത്തിലൊരു ദിവസമാണ് ഓണം എന്ന് പറയുന്നത്. അതിന് മതപരമായി കണ്ട് ഇത്ര നാളെ ഇല്ലാത്ത പോലെ എല്ലാവരും, മുസ്ലിംസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഹിന്ദുസ് ആയിക്കോട്ടെ, മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ഒത്തുചേരുന്ന നാടിൻ്റെ ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു ഓണാഘോഷം ഈ പള്ളിയുടെ മുമ്പിൽ വെച്ച് നടത്തുമ്പോൾ ലോഹയിട്ട അച്ഛനാണ് ആ ആഘോഷങ്ങൾക്ക് എന്താ പറയുക കടിഞ്ഞാൻ പിടിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത് എല്ലാം. അപ്പോൾ ഇത്രമേൽ മനോഹരമായ ഒരു ഓണം എന്നുള്ള ഒരു എന്താ പറയുക പ്രോഗ്രാമിനെ മലയാളികളുടെ ട്രഡീഷൻ, നമ്മൾ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ആ ഓണത്തെയാണ് ഇന്ന് നമ്മൾ അനാവശ്യമായ വിവാദങ്ങളിലേക്കൊക്കെ വലിച്ചുകൊണ്ടിരുന്നത്. അപ്പം മതത്തിനും ജാതിക്കും വർണ്ണത്തിനും എല്ലാത്തിനും അതീതമായി മനുഷ്യരെല്ലാം ഒന്നു ചേരുന്ന ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. നമ്മൾ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. അത് നമ്മൾ അങ്ങനെ തന്നെയാണ് കൊണ്ടാടാൻ പോകുന്നത്. അതിന് ഇന്നും അങ്ങനെയാണ്, ഇന്നലെയും അങ്ങനെയാണ്, നാളെയും അങ്ങനെയായിരിക്കും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, സ്കൂളുകളിലായിക്കോട്ടെ, കോളേജുകളിലായിക്കോട്ടെ, നാടുകളിലായിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, കമ്പനികളിലായിക്കോട്ടെ, അയൽക്കൂട്ടങ്ങളിലായിക്കോട്ടെ, അങ്ങനെ നാനാഭാഗത്തും ഓണം ആഘോഷിക്കുന്നതാണ്. അപ്പോൾ ഓണം, അതാണ് ഓണം. ഇനി എൻ്റെ നാട്ടിലെ ഓണാഘോഷങ്ങളാണ് കാണാൻ പോണത്. ഇതൊരു അയൽക്കൂട്ടത്തിൻ്റെ ഓണാഘോഷമാണ്, ക്ലബ്ബുകളുടേതുണ്ട്, വീടുകളിലേ ഉണ്ട്. എല്ലാ ഓണാഘോഷവും നമ്മൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ് നാട് ഓണം കൊണ്ടാടുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ഓണാഘോഷം കേട്ടോ, അയൽക്കൂട്ടത്തിൻ്റെ ഓണാഘോഷം. ഈ പള്ളിക്ക് മുമ്പിൽ, പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ച് നടക്കുന്ന ഈ ഓണാഘോഷ പരിപാടിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. പിന്നെ ക്ലബിൻ്റെ അതിമനോഹരമായ 5 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് ഞങ്ങളെ ക്ലബ്ബ് നടത്തുന്നത്. ജാതി മതഭേദമന്യേ മനുഷ്യരെല്ലാം ഉണ്ടാകുന്ന മഹാ ഉത്സവം. അത് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും അതിഗംഭീരമായിട്ട് എന്താ പറയുക ആഘോഷിക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ നിയമം പറഞ്ഞു തരാം. ഇങ്ങനെ ഇവിടുത്തെ ഓണാഘോഷ പരിപാടികൾ ഇങ്ങനെ പ്രകൃതിയെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, തിരുവാതിരയാണ്. തിരുവാതിര കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യ നമ്മുടെ കഴിച്ചിട്ടൊന്ന് പോകാം. വിഘ്നേശ്വര പാദപങ്കജം
അപ്പോൾ ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് വിഭവസമൃദ്ധമായ സദ്യയാണ് കേട്ടോ.